ഹായ്, നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഡാറ്റകൾ മുഴുവൻ, രഹസ്യങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മൾ അറിയാതെ ഈ ആപ്പ് നമ്മുടെ എല്ലാവിധ രഹസ്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഫോട്ടോസ്, കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഓഡിയോ, നമ്മൾ എന്താണ് സംസാരിക്കുന്നുള്ള കാര്യങ്ങൾ കൂടി അവർ റെക്കോർഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഒഴിവാക്കാൻ ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ ഒന്ന് പോകാന്നുള്ളത്. നമ്മുടെ രഹസ്യങ്ങൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഏത് ആപ്പ് വഴിയാണ് പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആപ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് സെറ്റിംഗ്സിൽ ഒന്ന് കയറുക. അതിനുശേഷം ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും കാണാം. പക്ഷെ ചില ഫോണിൽ ആപ്സ് ക്ലിക്ക് ചെയ്താൽ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. ഇവിടെ ആപ്പ് മാനേജ്മെന്റ് ആണ് ക്ലിക്ക് ചെയ്തത്. ആപ്പ് മാനേജ്മെന്റിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ക്യാമറ നമുക്കറിയാം, നമുക്ക് ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് വോയിസ് അതിന്റെ കൂടെ വേണ്ടി വരും. ഫോട്ടോ എടുക്കുന്നതിൽ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിൽ വഴി നമ്മുടെ രഹസ്യങ്ങൾ ചോരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ, ആ പെർമിഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ പെർമിഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ എല്ലാവിധ പെർമിഷൻസ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണുന്നുണ്ട്. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ അത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ, അതായത് ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, ഇവിടെ എല്ലാ പെർമിഷൻസ്, ഓൾ പെർമിഷൻസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലേ നമുക്ക് അത് കാണുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ക്യാമറ, ലൊക്കേഷൻ, അതുപോലെ തന്നെ മൈക്രോഫോൺ, ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇതിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു ക്യാമറക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ആണ് ഈ കാര്യങ്ങൾ മുഴുവൻ. പക്ഷെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ റെക്കോർഡ് ചെയ്യുന്ന നമ്മളെ വോയിസ് വരെ ഇവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ക്യാമറ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ വോയിസിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം, അതായത് ഈ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ രഹസ്യങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്യാമറ ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ രഹസ്യങ്ങളൊന്നും എടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ഒന്നും കട്ട് കൊണ്ടുപോകരുത്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിനായി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ കണ്ടില്ലേ, ക്യാമറ ആപ്ലിക്കേഷൻസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അലൗ ചെയ്തിരിക്കുന്ന പെർമിഷൻസ് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ടൈപ്പ് ചെയ്യാം. മോഡിഫൈ ഒന്നൊന്ന് ടൈപ്പ് ചെയ്യാം. മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ്സ് ഉള്ള ഒരു ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് മോഡിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ്സ് എന്നുള്ളത്. അപ്പം ആ ഓപ്ഷനിലൊന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ്സ് ഉള്ള ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് എല്ലാവിധ സെറ്റിംഗ്സുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സ് വഴിയാണ് ഇവിടെ കണ്ടില്ല, ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഇതിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അലൗഡ് കൊടുത്തിരിക്കുന്ന അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനെല്ലാം നമ്മൾ അലോ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് നോക്കാം. അപ്പൊ ക്യാമറക്ക് നമ്മൾ എല്ലാത്തിനും അലോ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ക്യാമറക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ക്യാമറ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത്, അതായത് നമ്മൾ സാധാരണ വെറുതെ വെച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ക്യാമറ നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അത് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്സ് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആപ്സിൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കാണുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നമുക്ക് കണ്ടില്ലേ, ക്യാമറ ആക്സസിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ആക്സസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ മൈക്രോഫോൺ ആക്സസ്, ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ്. അപ്പൊ ഈ സെറ്റിംഗ്സുകളൊന്നും നമ്മൾ പലപ്പോഴും നോക്കാറില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക, നിങ്ങളുടെ ക്യാമറ പെർമിഷൻസിൽ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെർച്ച് ഓപ്ഷൻസിൽ മോഡിഫൈ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ആപ്പ് വഴി കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. പലരും ഈ കാര്യങ്ങൾ വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതിനെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്, അൺയൂസ്ഡ് ആപ്സ് ഏതെല്ലാം ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ഇവിടെ നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ വഴി നമ്മുടെ ഫോട്ടോസോ രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിനായി ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷനൊക്കെ ഞാൻ 6 മാസമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും,
അങ്ങനെയുള്ള ഉപയോഗിക്കാത്ത 6 മാസത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാത്ത അപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അപ്ലിക്കേഷൻസ് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്യുക. അതാണ് നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് മാനേജ്മെന്റിൽ ഒന്നുകൂടി വരിക. ആപ്പ് മാനേജ്മെന്റിൽ ഒന്നുകൂടി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും താഴേക്കായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഏറ്റവും താഴെയാണ് വരുന്നത്. ആ ഒരു ഓപ്ഷനിൽ ഇവിടെ കാണിക്കുന്നുണ്ട് പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആപ്പ് ആക്ടിവിറ്റി അൺയൂസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത സമയം, അതായത് ഫോൺ വെറുതെ ഒക്കെ വെച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോളുകളൊന്നും ഈ ക്യാമറ വഴി റെക്കോർഡ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പോസ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇതുവഴി ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് ഒരിക്കലും ഇത് വർക്ക് ആവാതിരിക്കാൻ ഇത്